കഴിഞ്ഞ വീഡിയോയിൽ ഗുരുവായൂർ വിശേഷങ്ങളും കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഗുരുവായൂർ നമ്മൾ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പോയപ്പോൾ കയറിയ കുറേ ഇടങ്ങളുണ്ട്, അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ഇപ്പോൾ ഫോണും കാര്യങ്ങളും അലൗഡ് അല്ല. അപ്പം നിങ്ങൾ മാക്സിമം ക്ലോക്ക് മുറിയിൽ വെക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ക്ലോക്ക് മുറിയിലായിരുന്നു വെച്ചത്. ഞങ്ങൾ പടിഞ്ഞാറേ നടയുടെ വലതുവശത്തുള്ള ക്ലോക്ക് മുറിയിലാണ്. അവിടെ ഇഷ്ടംപോലെ ക്ലോക്ക് മുറീസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കാര്യം എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, ഗുരുവായൂർ ഒന്നും വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഗുരുവായൂർ പപ്പടം അത് മസ്റ്റാണ്, അതെന്തായാലും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കിഴക്കേനടയുടെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് കൂടുതലും. പിന്നെ താണ്ട് ഈ ഒരു കൃഷ്ണ വിഗ്രഹം, ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ, നല്ല ആ ഒരു മെറ്റലും ആ പുല്ലാങ്കൂടെ രോധിക്കുന്ന സംഭവം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ണൻ്റെ. പിന്നെ താണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞ്, അതും ഒരു വിഗ്രഹം കണക്കുള്ള സംഭവം, അതും ഞാൻ വാങ്ങിയത് 2 എണ്ണം. ഞാൻ പിന്നെ എവിടെ ചെന്നാലും കൃഷ്ണൻ്റെ എന്ത് കിട്ടിയാലും ഞാൻ വാങ്ങും. എനിക്കത് ഞാനൊരു കൃഷ്ണഭക്തി ആയതുകൊണ്ടാവാം പൊതുവെ എനിക്കത് ആ ഒരു ടെൻഡൻസി ഉള്ളത്. പിന്നെ അവിടെ നിന്ന് കുറേ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഒന്നും എടുത്തില്ല. കുറേ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എല്ലാം വാങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ബഡ്ജറ്റ് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയൊന്നും വാങ്ങിയില്ല. ഇതെല്ലാം കിഴക്കേനടയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ആയിരുന്നു. പിന്നെ എനിക്കൊരു സെറ്റ് മുണ്ട് വാങ്ങണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സെറ്റ് മുണ്ട് നിലവിലില്ല. അപ്പം ഞാൻ പുളിയിലക്കര സെറ്റ് മുണ്ട് എടുക്കണം എന്നുള്ള പ്ലാനില്ല പോയത്. അത് ബ്ലാക്ക് കരയുള്ള എന്തോ ഭാഗ്യത്തിന് അത് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സെറ്റ് മുണ്ട് കിഴക്കേനടയുടെ ഭാഗത്ത് തന്നെ ആയിരുന്നു. എന്തോ KG കൃഷ്ണ അയ്യർ സൺസ് എന്നാണ് നെയിമെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ നെയിം. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് നല്ല വൃത്തിക്ക് വിശപ്പായി. അതിന് മുമ്പേ ഉണ്ട് കേട്ടോ, വിശപ്പ് നല്ല വൃത്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നപൂർണ്ണ എന്നുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുത്തെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ കയറുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സൂപ്പർ മസാല ദോശയും നല്ല ക്രിസ്പി അടിക്കുന്ന മസാല ദോശയും നല്ല സൂപ്പർ ചായയും. നിങ്ങൾ കയറാത്തവരുണ്ടെങ്കിൽ ഗുരുവായൂർ വരുമ്പോൾ ഉറപ്പായിട്ട് അവിടെ കയറണം കേട്ടോ. നല്ല സൂപ്പർ ഫുഡാണ് അവിടുത്തെ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ അഭിപ്രായമാണ്, ചിലർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്ക് വിട്ടു. കാരണം സത്യം പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ടൈമില്ല നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നേരെ ഞങ്ങൾ റൂമിലോട്ട് പോയി. അവിടെ ചെന്ന ഡ്രസ്സെല്ലാം മാറി ചേഞ്ച് ചെയ്തു. നേരെ ഞങ്ങൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലോട്ട് ഓട്ടോ പിടിച്ചു. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിന് സംതിങ് ഉണ്ട്, പക്ഷെ നടക്കാൻ വയ്യ, നല്ല ടയേർഡായണ്ട ഓട്ടോ പിടിച്ചത്. പിന്നെ അവിടെ ചെന്നിട്ട് തൃശ്ശൂർ ബസ്സിൽ കയറി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. KSRTC ബസ് സ്റ്റാൻഡിൽ അടുത്ത് ഇറങ്ങി. ഞങ്ങൾ KSRTC പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ഒന്നും ഞങ്ങൾ പോകുന്ന ടൈമിലില്ല. മിക്കതും ഭയങ്കര ലേറ്റാണ് വരുന്ന ട്രെയിനുകളെല്ലാം. അതുകൊണ്ട് KSRTC പോകാമെന്ന് കരുതി ഇരുന്ന് ഉപ്പാടിളകി മനുഷ്യൻ. ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ. ഏകദേശം ഞങ്ങൾ 7 മണി സംതിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് വന്നു. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.